നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രേഡ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 300 രൂപ 15 പൈസയ്ക്ക് നമ്മൾ BPCL 38 ക്വാണ്ടിറ്റി ഓർഡർ എടുത്തിട്ടുണ്ട്. ടാർഗറ്റായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് 303.80 ആണ്. ഇതിൻ്റെ നമ്മുടെ ചാർട്ടിലെ സെറ്റിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ്. ഇവിടെ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത് പുതിയൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിലൂടെ ഞാൻ വിശദീകരിച്ച് തരാം. ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ഏരിയ, ഈ ഒരു സോൺ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്താൽ മോസ്റ്റ് ഓഫ് ദി ടൈം റിവേഴ്സൽ ട്രേഡുകൾക്ക് 70% മുകളിൽ ആക്യുറസി ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് വന്ന് നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിവേഴ്സൽ ട്രേഡ് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. അത് 300 രൂപ 15 പൈസയിൽ നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം ടാർഗറ്റായിട്ട് നെക്സ്റ്റ് മുകളിലെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് നമ്മുടെ റിസ്ക് റിവാർഡ് 0.5% സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് 1.27% വെച്ചിട്ട് 2.5% ആണ് നമ്മളുടെ റിസ്ക് റിവാർഡ് ഇവിടെ നമുക്ക് കിട്ടുന്നതായിട്ട് കണക്കൂട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ടാർഗറ്റിലേക്ക് പോകണം. ഒപ്പം തന്നെ നമ്മളിത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇതുപോലെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഓർഡർ ബ്ലോക്കും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അപ്പോൾ ഇതെന്തായാലും ടാർഗറ്റിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. അത് സമയം എടുത്തോട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. SBI ലൈഫിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളിത് ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, അത് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഓപ്പോസിറ്റ് റിവേഴ്സൽ ട്രേഡുകൾ എടുക്കുക എന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടുന്ന് ടാർഗറ്റായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കാവുന്നതാണ്. ഒരു സെക്കൻഡ്. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1:2 നമുക്ക് ജസ്റ്റ് കിട്ടാവുന്ന ഒരു ട്രേഡാണ്. നമുക്ക് 1:2 എടുക്കാം. അതല്ല എങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ എൻഡിലേക്ക് 1:2.5 നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ONGC ആണ്. ONGCയിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇനി ടാർഗറ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവൽ, അതായത് 2.5% നമുക്കവിടെ കിട്ടേണ്ടതാണ്. പിന്നെ NTPCയിൽ ഇത് നമുക്ക് കാണാം. ബാക്കി എല്ലാത്തിലും നമ്മൾ ലോങ് എൻട്രിയാണ് എടുത്തേക്കുന്നതെങ്കിൽ NTPCയിലേക്ക് വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. മുകളിൽ ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 3% എബോവ് ഉണ്ട്. നമ്മൾ റൗണ്ട് ചെയ്ത് ഒരു 3% ഇവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 1:3 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടാൻ പാകത്തിന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് HDFC ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തത് തന്നെ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്. അതിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 റിസ്ക് റിവാർഡ് 3.2 നമുക്കിവിടെ കിട്ടാനായിട്ടുള്ള ഒരു ടാർഗറ്റാണുള്ളത്. അപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു ഇവിടുന്ന് റിവേഴ്സ് ആകുന്ന ടൈമിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളതായിട്ട്. ഓക്കെ, ഇനിയുള്ളത് സിപ്ലയിലും അതേ കൺസെപ്റ്റ് വെച്ചിട്ട് ഇത് മുകളിൽ ഓപ്പൺ ചെയ്തു, താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു, അതിനുശേഷം റിവേഴ്സായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തായിട്ടാണ് കണക്കൂട്ടിയേക്കുന്നത്. 0.5% സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ വെച്ചു. അതിനുശേഷം ടാർഗറ്റായിട്ട് നമുക്ക് 2.8 ആണ് റിസ്ക് റിവാർഡ് കിട്ടുന്നത്. അപ്പോൾ 1:3 എന്ന് കൂട്ടിക്കോളൂ. ആ ഒരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള ട്രേഡാണ്. ഇവിടെയും നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡുകളും ഒന്നും പോയിട്ട് നമുക്ക് ടാർഗറ്റ് തരത്തില്ല. നമുക്കൊരു 40% വിൻ റേഷ്യോ തന്നെ ഇവിടെയും കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്കറിയാം, നമ്മൾ മറ്റ് സ്ട്രാറ്റജികളൊക്കെ എടുത്തപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ടിരുന്നത് 1:2 ആണ്. അപ്പോൾ 40% വിൻ റേഷ്യോ ഉണ്ടെങ്കിൽ 1:2 തന്നെ നല്ല റിസ്ക് റിവാർഡാണെന്ന് ആ വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ 1:2 നമ്മൾ ഒതുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതിപ്പോൾ 1:2.8 ആണ് ഇവിടെ. അപ്പോൾ 1:3 എന്ന് കൂട്ടിക്കോളൂ. 1:3 ഇവിടെ കിട്ടുന്നു. അപ്പോൾ
ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ടാർഗറ്റുകളെ വലുതാക്കാൻ പറ്റുന്നുണ്ട്. 1:5ഉം 7ഒക്കെ ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് ഓർഡർ ബ്ലോക്കിലേക്ക് ഉള്ളതെങ്കിൽ അങ്ങോട്ടേ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ എടുത്തേക്കുന്ന ഇന്നത്തെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതിൽ എത്ര എണ്ണം ടാർഗറ്റ് കിട്ടിയും എത്ര എണ്ണം സ്റ്റോപ്പ് ലോസ് കിട്ടിയും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ട്രേഡാണ്. ഇത് ഓൾറെഡി ഉള്ളത് 1:1 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1:1 ആണ്. ഇത് 1:2.5 ആണ്. ഓക്കെ, അപ്പോൾ 2.5 ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതുമാണ്. ഇനി നിഫ്റ്റി ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അത് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം നിഫ്റ്റി മുകളിലേക്ക് മൂവ് ചെയ്തു, ദെൻ റിവേഴ്സ് എടുക്കുവാണ്. അപ്പോൾ നിഫ്റ്റി നമ്മുടെ പ്രതീക്ഷ ഇതിൽ വന്ന് ഹിറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്കത് നോക്കാം. അപ്പോൾ BPCയിൽ നമ്മുടെ ഇതിന്ന് പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട്. ഇനി ലോസ് കിട്ടിയാൽ നമുക്കിവിടെ നഷ്ടപ്പെടുന്ന സാധാരണ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരു 60 രൂപ 65 രൂപ ലോസ് സംഭവിക്കും. പക്ഷേ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് സാധാരണ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരുന്ന പോലെ 1:2 അല്ല, അതിന് മുകളിലുള്ള പ്രോഫിറ്റാണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഭാരതി എയർടെൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തത് ഓർഡർ ബ്ലോക്കിന് മുകളിലാണ്. താഴത്തേക്ക് വന്ന് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തു, റിവേഴ്സായി. ഇവിടെ നമ്മൾ എൻട്രി എടുക്കേണ്ടത് തീർച്ചയായിട്ടും റിവേഴ്സൽ എൻട്രീസ് ആണ്. ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു, റിവേഴ്സ് ആകുമ്പോൾ എൻട്രി എടുക്കുക. 0.5% സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്. അത് നല്ലൊരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് ടാർഗറ്റ് വരുന്നത് ഓർഡർ ബ്ലോക്കിലേക്ക് 2.5 എബോ ടാർഗറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബജാജ് ഓട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കൺസെപ്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്പൺ ചെയ്തത് ഈ പൊസിഷനിലാണ്, ഓർഡർ ബ്ലോക്ക് ഉള്ളത് മുകളിലാണ്, അതിലിപ്പോൾ ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കുന്നേ ഉള്ളൂ. ഇന്നലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് ഓർഡർ ഇട്ട് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എനിക്ക് ആ ഒരു രീതി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയി എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റിനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ട്രാറ്റജികൾ നമുക്ക് വയലേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഇത് അഡ്വാൻസ് ഓർഡർ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ പിന്നെ അതിനകത്തൊരു തീരുമാനം മാനുവലി എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും 0.5%. ഇനി ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇവിടെയാണുള്ളത്. അവിടെ വരെ മാർക്കറ്റിന് പോകാവുന്നതാണ്. പക്ഷേ നമുക്ക് സിമ്പിളി ഒരു 1:3 ഒക്കെ ഇന്നത്തെ ലോയിലേക്ക് വെച്ചാൽ തന്നെ 1:3 കിട്ടും. പക്ഷേ നമ്മൾ അങ്ങോട്ടല്ല ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇന്നലത്തെ ലോയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു. അതായത് 1:5ലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണ്. എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വൈകുന്നേരം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോന്നിലും നമ്മളിപ്പോൾ മൊത്തം എത്ര സ്റ്റോക്ക് ഇവിടെ ഉള്ളത് 1 2 3 4 5 6 7 8 9 10 ഈ 10 എണ്ണത്തിൽ ഒരു 4 സ്റ്റോക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ട്രാറ്റജി വിജയമാണ്. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അദാനി പോർട്ട് ഇവിടെ നോക്കിയാലും ഇതേ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്. അതിനുശേഷം വെളിയിലേക്ക് അത് റിവേഴ്സ് ചെയ്യുവാണ്. അപ്പോൾ വെളിയിലേക്ക് അത് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്താൽ 0.5% സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ബ്ലോക്കിന് വെളിയിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ടാർഗറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കാണ്. അത് വരുമ്പോൾ 1:3.2 വരുന്നുണ്ട്. അത് ഹിറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. വൈകുന്നേരത്തേക്ക് അത് അറിയാൻ പറ്റും. ഇവിടെ അദാനി എൻ്റർപ്രൈസസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ടുള്ളത് ഏകദേശം മധ്യഭാഗത്താണ്. അതിനുശേഷം വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു, അവിടുന്ന് റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സൽ ട്രേഡുകളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. അതിനുശേഷം ടാർഗറ്റായിട്ട് നമുക്ക് ഇന്നത്തെ ലോയിലേക്ക് വെച്ചാൽ തന്നെ 1:2 അവിടെ വരുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ലെവലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 1:3 അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1:3 നമ്മൾ ടാർഗറ്റ് വെച്ചു. ഇനി എന്ത് സംഭവിക്കും നമുക്ക് വൈകുന്നേരത്തേക്ക് നോക്കാം. ഇനി നമ്മുടെ സ്റ്റോക്ക് എന്ത് പെർഫോം ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ടാർഗറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1:1 അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ 1:2.5 നമുക്കിവിടെ കിട്ടും. അപ്പോൾ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യുന്നുണ്ടാകും. അപ്പം നിങ്ങൾ ബാക്കിയുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേക്കുക.
അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് നമ്മുടെ മറ്റുള്ള സ്റ്റോക്കുകളിലേക്കൊന്ന് പോകാം. ഇത് 1:2 അല്ലെങ്കിൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് തൊട്ടടുത്തേക്ക് എത്തുന്നു. ONGC നോക്കിക്കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതതിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ലെവൽ അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നേ ഉള്ളൂ. NDPC നോക്കിക്കഴിഞ്ഞാൽ NDPC പ്രോഫിറ്റിലേക്ക് വരും എന്ന തോന്നലുകൾ നമുക്കിപ്പോൾ ഇവിടെ തരുന്നുണ്ട്. HDFC ലൈഫ് ടാർഗറ്റിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്, ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. സിപ്ല നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് മൂവ് ചെയ്യുകയാണ്. സിപ്ല കുറച്ചും കൂടെ മൂവ് ചെയ്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അത് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ഭാരതി എയർടെൽ 1:1 എബോവ് വന്നു. അതിനുശേഷം അത് എൻട്രി പോയിന്റിലേക്ക് വീണ്ടും വരുവാണ്. ഇത് ഇവിടുന്ന് റിജക്റ്റ് ആകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബജാജ് ഓട്ടോ റിവേഴ്സൽ ട്രേഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് തന്നെ പോരുവാണ്. അദാനി പോർട്ട് ലോസിൽ നിൽക്കുന്നു. അദാനി എൻ്റർപ്രൈസസ് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്കെന്തായാലും കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് വീണ്ടും നോക്കാം. ഓക്കെ, ഇപ്പോൾ സമയം 10:15. 11 മണി വരെ നമുക്ക് ഈ ട്രേഡ് വാച്ച് ചെയ്യാം. അതിനുശേഷം ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുന്നുണ്ടാകും. പിന്നീട് നിങ്ങൾ ഈവനിങ് ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ലോസിലാണുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. സോ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെയും പ്രതീക്ഷ. അവിടുന്ന് നല്ലൊരു ബൈയിങ് നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകളിലൂടെ ഒന്ന് ജസ്റ്റ് കണ്ണോടിക്കാം. SBI ലൈഫ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ONGC നെറ്റ് ഇവിടെ കുറച്ച് സ്ലോ ഉണ്ട്. ONGC ഓൾറെഡി നമുക്ക് സ്റ്റോപ്പ് ലോസ് തന്നു കഴിഞ്ഞു. NTPC പ്രോഫിറ്റിലാണുള്ളത്. ഒപ്പം തന്നെ നമുക്ക് നിഫ്റ്റി 50 എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 പ്രീവിയസ് ഡേ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് റീടെസ്റ്റ് വരുവാണ്. സോ നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. നിഫ്റ്റിയുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതാണ്. ഈ ഒരു ഏരിയയിൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഒരു വലിയ ഡൗൺ ട്രെൻഡിലേക്ക് മാറിയേക്കാം, നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ NTPC പ്രോഫിറ്റിലുണ്ട്. HDFC ലൈഫ് നല്ലൊരു മൊമെൻറ്റത്തോടു കൂടി ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നാണ് തോന്നുന്നത്. അത് 1:3.2 ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത്. നല്ല റിസ്ക് റിവാർഡാണ്. സിപ്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് വീണ്ടും പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയതിനകത്ത് 2 എണ്ണമാണ് സ്റ്റോപ്പ് ലോസ് തന്നിട്ടുള്ളത്. ടാർഗറ്റിലേക്ക് ഒന്നും തന്നെ എത്തിയിട്ടില്ല. ഭാരതി എയർടെൽ ഇപ്പോൾ റീടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ പ്രോഫിറ്റിലാണ് ഉള്ളത്. ബജാജ് ഓട്ടോ നമ്മൾ ഓൾറെഡി 1:5 ആണ് ഇവിടെ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഓൾറെഡി അത് 1:2 കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1:2 കണ്ടോ, 1:2 അത് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് തീർച്ചയായിട്ടും വരേണ്ടതാണ്. 1:5 ഇത് നിങ്ങളൊന്ന് നോക്കിക്കോ. ട്രേഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ബജാജ് ഓട്ടോ ഇന്ന് എന്താണ് ചെയ്തേക്കുന്നത്, നമ്മുടെ ആ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. അടുത്തത് ഇത് അദാനി പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് സ്റ്റോപ്പ് ലോസ് തന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 10 സ്റ്റോക്കുകളിൽ 3 എണ്ണം നമുക്ക് ഓൾറെഡി സ്റ്റോപ്പ് ലോസ് തന്നിട്ടുണ്ട്. 6 എണ്ണം വരെ നമുക്കൊരു ദിവസം സ്റ്റോപ്പ് ലോസ് പോയാലും കുഴപ്പമില്ല. ബാക്കി 4 എണ്ണത്തിൽ പ്രോഫിറ്റ് കിട്ടിയാൽ മതി. അതായത് 40% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് അത് എത്തുന്നുണ്ടാകും.
കണക്കും കാര്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത് അദാനി എൻ്റർപ്രൈസസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അദാനി എൻ്റർപ്രൈസസ് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്ത് നേരെ വന്ന് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തു. നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി ടാർഗറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് അത് കൃത്യമായി ടാർഗറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 1:3.3 ആണ് അതിൻ്റെ റിസ്ക് റിവാർഡ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 10 ട്രേഡുകൾ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 ട്രേഡ് ലോസിൽ പോകാം, 4 പ്രോഫിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കി തരും. ഇവിടെ നിങ്ങളൊരു പ്രത്യേകത കാണുന്നുണ്ട്. ഇവിടെ വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു, അതിനുശേഷം വരുന്ന മൊമെൻറ്റം നല്ല രീതിയിൽ ബൈയിങ് അവിടെ വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇവിടെ ടാർഗറ്റ് കൃത്യമായി നമുക്ക് 1:3 ഏതൊരാൾക്കും കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന ഒരു 4ാമത്തെ സ്ട്രാറ്റജിയാണെന്ന് തോന്നുന്നു. ഇത് ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ പഠിച്ചെടുത്തിട്ട് നമുക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ സ്ട്രാറ്റജി വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു സ്ട്രാറ്റജിയും മികച്ചത് ഇല്ല, ഒരു സ്ട്രാറ്റജിയും മോശം, അങ്ങനെ ഒന്നുമില്ല. ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും ഏതൊരാൾക്കും മിനിമം ഒരു 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നോക്കിയാൽ പോലും നമുക്കൊരു 40% വിൻ റേഷ്യോ കിട്ടിയാൽ മതി വിജയിക്കാനായിട്ട്. അപ്പോൾ 40% വിൻ റേഷ്യോ ഇല്ല 50% വിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഏത് സ്ട്രാറ്റജി എടുത്താലും നമുക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ കൂടുതലിലേക്കൊന്നും പോകണമെന്നില്ല, 40% വിൻ റേഷ്യോ വെച്ചാൽ മതി. അപ്പോൾ 100 ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് 60 ട്രേഡ് ലോസ് ആകും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എൻട്രി എടുക്കുക. അപ്പോൾ അതിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി അതാണ്, 100 എടുത്തു കഴിഞ്ഞാൽ ഒരു 40 വിജയിക്കാം. അങ്ങനെയാണെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റും. ഇനി 1:2 എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫിക്സഡ് ആയിട്ട് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തെടുത്തുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് നമുക്ക് ടാർഗറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ എന്താ പറയണേ ജേണൽ എഴുതിയപ്പോൾ തന്നെ നമ്മളതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 1:2 നമ്മൾ എടുക്കുമ്പോഴും 1:3, 6, 3, 5 ഈ രീതിയിലൊക്കെ ഇഷ്ടംപോലെ 1:4 ഒക്കെ പല തവണ നമുക്ക് മാർക്കറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ 1:5ഉം 7 ഒക്കെ നമ്മൾ എടുക്കുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ 40% വിൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ മികച്ച വിൻ റേഷ്യോ ആണ്. അത് വെച്ചിട്ട് നമുക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലാണ് കാര്യം. ഇവിടെ വിൻ റേഷ്യോ നമുക്ക് ഭയങ്കരമായ വിൻ റേഷ്യോയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:1 അത് വീണ്ടും തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ ഇത് ഇവിടെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1:2.5 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടുവാണ്. സോ 1:2 വെച്ചിട്ട് 40% കിട്ടിയാൽ തന്നെ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റിലാണ്. അപ്പോൾ ഈ നമ്മൾ എടുത്ത ബ്ലോക്കിൽ നിന്ന് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് ഉള്ളത് പലപ്പോഴും 1:2 അല്ല, ഇവിടെ തന്നെ നമ്മൾ കാണുന്ന 1:2.5 ആണ്. അപ്പോൾ 1:3 ആകാം, ചിലപ്പോൾ 4 ആകാം, 5 ആകാം. അപ്പോൾ അത് ഫുള്ള് നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് 40% വിൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ മികച്ച വിൻ റേഷ്യോ ആണ്. നല്ല ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, അതായത് 1, 2, 3 വർഷം എടുത്ത് നമ്മൾ പഠിച്ചു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പഠിക്കാൻ എത്ര സമയം എടുക്കുന്നു അത്രയും നല്ലത് തന്നെ, മോശമൊന്നുമില്ല. പൈസ കളയാതിരിക്കുക. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവനും കൂടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 6,000 താഴെ 5,500 രൂപ എന്നുള്ളപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത് അതിനകത്തുനിന്ന് 3,000 ഇഷ്ടം മിച്ചം വെച്ചിട്ട് ബാക്കിക്ക് മാത്രമേ നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളൂ. 38 ക്വാണ്ടിറ്റീസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്ക് ഈ 38 ക്വാണ്ടിറ്റിയോ 10 ക്വാണ്ടിറ്റിയോ ഒന്നും ആവശ്യമില്ല, ഒരു ക്വാണ്ടിറ്റി മതി. ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് കണ്ടിന്യൂസ് 100 ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് ബിലീഫായി ആ വിശ്വാസം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. നിങ്ങളുടെ പൈസ അതിന് ശേഷം ഇറക്കിയാൽ മതി. അല്ലാതെ പഠിക്കാൻ വേണ്ടി നമ്മൾ പൈസ കളയണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഇവിടെ സമയം മാത്രം കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 വർഷത്തേക്ക് എന്നാണോ നിങ്ങൾ പൂർണ്ണമായി പഠിച്ചു ബോധ്യപ്പെട്ടു എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരുന്നത്, അപ്പോൾ തൊട്ട് ഒരു 10 വർഷത്തേക്ക് നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഇക്വിറ്റി ആവാം, നിങ്ങൾ ഓപ്ഷൻസിലാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലാകാം, ഏതിലായിക്കോട്ടെ, ഈ ഡെയിലി നമുക്കൊരു 0.5% ആവറേജ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇയർലി നോക്കിക്കഴിഞ്ഞാൽ 200 ഡേയ്സ് ഉണ്ട്. അതായത് 100%ലേക്കൊക്കെ നമുക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മാത്തമാറ്റിക്കലി. അപ്പോൾ ബാക്കി ഡിപ്പെൻഡിങ് ഓൺ മാർക്കറ്റും നമ്മുടെ ബിലീഫും എല്ലാം അനുസരിച്ച് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ 50% ആയിക്കോട്ടെ 40% ആയിക്കോട്ടെ നല്ല റിട്ടേൺ തന്നെയാണ്.
അപ്പോൾ ആ ഒരു റിട്ടേൺ എടുത്തുകൊണ്ടിരുന്നാൽ തന്നെ നെക്സ്റ്റ് 10 ഇയേഴ്സ് കൊണ്ട് ലൈഫിൽ വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ വലിയൊരു അവസരമാണിത്. പക്ഷേ ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം ക്യാഷ് ഇറക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുവാണ്. എന്തായാലും ഒന്നും കൂടെ പോസ് ചെയ്തിട്ട് നമുക്കത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുവാണ് 11 മണിക്ക് ഉള്ളിൽ എങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് 11 മണിയോടുകൂടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും കുറച്ച് നേരം നമുക്കൊന്ന് പോസ് ചെയ്ത് നോക്കാം. ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തരാം. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ ഒരു ക്യാൻഡിലിന് ശേഷം വന്നേക്കുന്ന സെക്കൻഡ് ക്യാൻഡിൽ ഭയങ്കര വലിയ ബൈയിങ് നടന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ വോളിയം കുറച്ച് കൂടുതലാണ്, ഒപ്പം തന്നെ ഭയങ്കര ബൈയിങ് നടന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പ്, തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കരമാണ്. അതായത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന് ശേഷം വലിയ വോളിയം പ്രൈസ് മൂവ്മെൻറ്റ് നടന്നേക്കുന്നു. ദാറ്റ് മീൻസ് ഇത് ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇനി ഇത് ഓർഡർ ബ്ലോക്കാണെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു മാർഗവും കൂടെ, അതായത് ഇത് ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈയിലേക്ക് എപ്പോഴൊക്കെ പിന്നെ മാർക്കറ്റ് വരുന്നോ, കണ്ടോ ഇതിൻ്റെ ഹൈയിൽ വന്ന് ടച്ച് ചെയ്തപ്പോൾ വലിയ വോളിയം 361 വോളിയം, അതായത് ഇന്ന് രാവിലെ ഫസ്റ്റ് ക്യാൻഡിലിൽ വന്ന വോളിയത്തിൻ്റെ തൊട്ടടുത്ത വോളിയം ഇതിൻ്റെ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈയിൽ വന്ന് ടച്ച് ചെയ്ത സമയത്ത് വീണ്ടും മാർക്കറ്റിൽ ഓർഡർ വരുവാണ്. അതിന് ശേഷം നോക്ക്, അത് റെഡ് ക്യാൻഡിലായിരുന്നെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീനായി, ഒപ്പം തന്നെ 611K വോളിയം ഉണ്ട്. അതായത് ഇന്നത്തെ ഹയസ്റ്റ് വോളിയം അതിൽ വന്നു. അതായത് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്ത് തുടങ്ങിയത്. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു, അതിൽ വന്ന് വീണ്ടും ടച്ച് ചെയ്തു, ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും വലിയ വോളിയം വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഓർഡർ ബ്ലോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി ഇപ്പോൾ ഇത്രയും സംഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ പ്രതീക്ഷ, ടാർഗറ്റിലേക്കുള്ള പ്രതീക്ഷ വളരെയധികം കൂടുകയാണ്. ഇത് മാർക്കറ്റിൻ്റെ ഡെപ്താണ്. മാർക്കറ്റിൻ്റെ ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ 9 ലക്ഷം ബയേഴ്സും 11 ലക്ഷം സെല്ലേഴ്സും ഉണ്ട്. സെല്ലേഴ്സ് കൂടി നിൽക്കുന്നു മീൻസ് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ കൂടുതൽ ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട് എന്നർത്ഥം. അതായത് മാർക്കറ്റ് അങ്ങോട്ടേക്ക് കയറിപ്പോകും എന്നാണ് അപ്പോഴത്തെ നമ്മളുടെ പ്രതീക്ഷ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്തുകൊള്ളുക. ഇതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ 2-3 എണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്, 1-2 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. വീഡിയോ ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് ഞാനത് കാണിക്കാവുന്നതാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിന് അനുകൂലമായ രീതിയിൽ നിഫ്റ്റിയും ഒരു ഹയർ ഹൈ വെച്ച് മുന്നിലേക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു പാറ്റേൺ അതിവിടെ തരുന്നുണ്ട്. ഇവിടുന്ന് അത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സാധ്യത കുറച്ചും കൂടെ അധികമാവുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഏതൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴായാലും നമ്മളുടെ എൻട്രിയും അതിനുശേഷം സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. 3 മണി വരെ സമയമുണ്ട്. നമ്മൾ 3 മണിയാകുമ്പോൾ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ല എങ്കിൽ നമ്മൾ ആ ട്രേഡ് മാനുവലി എക്സിറ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ഇന്നും ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 12 മണി ആവുന്നു, 11:53 സോ ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ വേറെ കുറച്ച് പരിപാടികളുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അതിലേക്ക് കടക്കുവാണ്. സോ ഈ വീഡിയോ ഇവിടം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുവാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ജസ്റ്റ് ഇന്നിപ്പോൾ മറ്റ് ഓർഡർ ഇട്ട സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. SBI ലൈഫ് ഓൾറെഡി സ്റ്റോപ്പ് ലോസ് അടിച്ചായിരുന്നു. ONGC എന്താണ് അവസ്ഥയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ONGC സ്റ്റോപ്പ് ലോസ് അടിച്ചു, അതിനുശേഷം റിവേഴ്സായി വരുവാണ്. ഇവിടെ നമ്മളൊരു കാര്യം കാണേണ്ടതുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു ഈ സോൺ. അതേപോലെ തന്നെ ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അടുപ്പിച്ചടുപ്പിച്ച് 2 ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് ഇവിടുന്ന് താഴെ വന്ന് സെക്കൻഡ് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ടാണ് റിവേഴ്സ് ആയേക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും അത് കുഴപ്പമൊന്നുമില്ല. നാച്ചുറലി നമുക്ക് മെജോറിറ്റി സ്റ്റോപ്പ് ലോസ് തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഇത് 2 സ്റ്റോപ്പ് ലോസ് ആണ്. ഇനി NTPCയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പോഴും 1:3 ആണ് നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്തേക്കുന്ന ഇന്നത്തെ ഡേ ലോ നോക്കിക്കഴിഞ്ഞാൽ 1:1.7 വരെയാണ് അച്ചീവ് ചെയ്തേക്കുന്നത്. അതെന്തായാലും ഇങ്ങോട്ട് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്, അത് മാറ്റേണ്ട ആവശ്യമില്ല, സമയമുണ്ട്. HDFC ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ
HDFC ലൈഫിൽ 1:3.2 ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഓൾറെഡി അത് അച്ചീവ് ചെയ്തേക്കുന്നത് 1:2.5. അപ്പം നല്ലൊരു റിസ്ക് റിവാർഡ് അത് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ടാർഗറ്റ് മാറ്റേണ്ട കാര്യമില്ല, അതിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉള്ളത് സിപ്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ അതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് 3 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാരതി എയർടെൽ ഓൾറെഡി പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്യുവാണ്. അതിൻ്റെ റിസ്ക് റിവാർഡ് 2.7 ആണ്. ഇത് ഓൾറെഡി അച്ചീവ് ചെയ്തേക്കുന്ന 1.5 അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും ടാർഗറ്റിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ ബജാജ് ഓട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് വരുന്നത് 5 ആണ്. 1:5 ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അത് ഓൾറെഡി അച്ചീവ് ചെയ്തേക്കുന്നത് ഇന്നത്തെ ലോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 1:2.25 അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റേണ്ട കാര്യമില്ല, നിലവിൽ പ്രോഫിറ്റിൽ തന്നെയാണ്. അദാനി പോർട്ട് ലോസ് അടിച്ചിട്ടുണ്ട്, അതിന് ശേഷം അത് പ്രോഫിറ്റിലേക്ക് കയറിയേക്കുന്നതാണ് കാണുന്നത്. പിന്നെ അദാനി എൻ്റർപ്രൈസസ് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു, നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ പോയി അത് ഹിറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്തു, 1:3.32 ആണ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റോപ്പ് ലോസും ബാക്കിയെല്ലാം പ്രോഫിറ്റിലുമാണ് നിലവിൽ നിൽക്കുന്നത്. 1 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് മതി. ഈ റേഷ്യോ കിട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ട്രേഡിങ്. എൻട്രി എടുക്കുക, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കുക, അതിനുശേഷം 3 മണി വരെ സമയമുണ്ട്. 3 മണിയാകുമ്പോൾ കയറി നമ്മൾ മാനുവലി ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഓട്ടോ സ്ക്വയർ ഓഫ് ബ്രോക്കറുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്ത് കഴിഞ്ഞാൽ 50 റുപ്പീസ് നമ്മൾ ചാർജസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1:2 പലതവണ ഇത് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാം, ഇതും ഒരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ആക്ച്വലി. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇത് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകാവുന്നതാണ്. സോ അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ അത് മുകളിലേക്ക് പോയേക്കാം. ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 302 ആണ്. അപ്പോൾ 302 ബ്രേക്ക് ചെയ്താൽ അതങ്ങോട്ട് പോകാം. ഇനി അതിൻ്റെ ഓർഡറുകൾ കിടക്കുന്നത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 302-ൽ 43,000 ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ റെസിസ്റ്റൻസ് ഒന്നുമില്ലാതെ മുന്നോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ 302 ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 302 തീർന്നു, ബ്രേക്ക് ചെയ്തു കേട്ടോ. 302 ബ്രേക്ക് ചെയ്തു. സോ ദാറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് ഇനി അധികം ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. 303.15 എന്ന് പറയുന്നത് നമ്മളുടെ 1:2 റിസ്ക് റിവാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഇനിയിപ്പോൾ ലോസ് കൊടുക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി നമുക്ക് 1:1 ഇല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലോ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈലായിരിക്കും നമ്മൾ വരുന്ന കുറച്ച് അധികം ദിവസങ്ങളിലേക്ക് ഫോളോ ചെയ്യാൻ പോകുന്ന. വീഡിയോസ് കണ്ടിന്യൂസ് ഉണ്ടാകത്തില്ല, ആഴ്ചയിൽ 1-2 വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഓർഡർ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക. പിന്നെ അതിൻ്റെ പുറത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. നമ്മുടെ 1:2 റിസ്ക് റിവാർഡ് വരുന്നത് ഇതാണ്. ബൈയിങ് പൊസിഷനിൽ 303.15 ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 302.85 ഇത് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് വലിയ ഓർഡർ ബ്ലോക്ക് കിടക്കുന്ന 303-ലാണ്. അപ്പോൾ ഇതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിലേക്ക് പിന്നെ വലിയ ദൂരമൊന്നുമില്ല. നമ്മുടെ ടാർഗറ്റ് നിൽക്കുന്നത് 1:2 റിസ്ക് റിവാർഡ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം അവിടെ നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം വോളിയം വന്നേക്കുന്നതും അതുപോലെ ഹ്യൂജ് വോളിയം വരാനും സാധ്യതയുണ്ട്. നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ, ഇവിടെ ഈ വോളിയം വന്നപ്പോൾ തന്നെ ഇവിടെ പുതിയൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കുകൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ടാർഗറ്റിലേക്ക് പോകുകയാണ്. അപ്പോൾ 303.80 നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത്. 303.80. 303-ൽ 51,000 ഓർഡർ സ്റ്റിൽ റിമൈനിങ് ഉണ്ട്. 303.70 ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുമായിരിക്കാം, കുഴപ്പമില്ല. സമയം എത്ര വേണമെങ്കിലും എടുത്തോട്ടെ. നമ്മളെന്തായാലും ടാർഗറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. സ്റ്റോപ്പ് ലോസ് നമ്മളൊരു പക്ഷേ ട്രയൽ ചെയ്തേക്കാം എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ
ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വേറെ കുറച്ച് പണികളുണ്ട്. സോ ദാറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.